ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് നോമ്പ് തുറയുണ്ടായിരുന്നു നമ്മളെ പുറൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോമ്പ് തുറൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം എന്താ വെച്ചെങ്കിൽ ലാസ്റ്റ് തിരക്കായിട്ട് എല്ലാം പോയി. അങ്ങനെ കുറച്ച് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷേ ലാസ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ടേബിളിലെല്ലാം എത്താത്തത് കൊണ്ട് അങ്ങനെ എല്ലാം ഫ്ലോപ്പായിട്ടാണ്. പിന്നെ അവർ മുറിച്ചിട്ട് മാത്രം പോകണം ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡും ഇല്ല. അപ്പോൾ എടുത്തത് എങ്ങനെയും കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബത്തക്ക ചെറുത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെന്ത് പറയുന്നത്, കോണും തോന്നുന്നു, സ്നാക്സ് ഐറ്റംസായിട്ട് കോൺ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഐറ്റംസായി ഞാൻ ഉച്ചയ്ക്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോക്കറ്റ് ഷവർമ അതും ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് എല്ലാം സൽമ വന്നിട്ട് റെഡിയാക്കിയതായിരുന്നു. എൻ്റെ സിസ്റ്റർ വന്നിട്ട് എല്ലാം റെഡിയാക്കി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കോണായിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാ കറിയായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചിക്കന് അൽഫാം പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് രാവിലെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് ചിക്കനില്ലേ നമ്മൾ പള്ളിയിലെല്ലാം കൊടുക്കുന്നില്ല, അതുപോലത്തെ പീരാക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് വറവ് എന്ന് പറയുന്നില്ല, അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയാകുമ്പോൾ ഞാൻ ഇതൊക്കെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് എടുത്തിട്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് വെച്ചെങ്കിൽ വല്ല ലാസ്റ്റ് ഒന്നിച്ചാകുമ്പോൾ ടൈം കിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് ഓരോന്നോരോന്നേ റെഡിയാക്കി വെക്കലായിരുന്നു. അങ്ങനെ മറ്റേ ഗ്യാസിൽ ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അതെണ്ണ ചൂടാകുമ്പോൾ അതിലേക്കത് പറക്കിയിടാന്ന് വെച്ചാൽ പിന്നെ ജ്യൂസ് ബത്തക്കും കസുകസ് മൈസൂർ കായിലിട്ടിട്ട് കസുകസ് ഇറത്തും പിന്നെ ആപ്പിള് പിന്നെ ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നത് ഓറഞ്ച്, ഇത്രതരം ജ്യൂസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും എല്ലാവരും ജ്യൂസായിട്ട് കുടിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ബാക്കിയെല്ലാം കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇവിടെ ചിക്കനും എല്ലാം അവർ കഴിച്ചായിരുന്നു. പക്ഷേ ഫുഡൊന്നും കഴിക്കാണ്ട് ബാക്കിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഒരു സമയമില്ല, പറ്റുന്നില്ല. കുറേ പേരൊന്നും വന്നതല്ലേ, ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, മക്കയിന്നില്ല എന്നിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ പത്തലും ചുടുന്നുണ്ട് കേട്ടോ. ഒരു ചിക്കന് ഒരു പ്രാവശ്യം എടുത്തിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഞാൻ ചിക്കനെല്ലാം വില കുറവല്ല, അങ്ങനെ ചിക്കൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തലും ഏകദേശം ചുട്ടിട്ടാവാനായിട്ടാ. ഒരു ഫ്ലാസ്ക് ഫുള്ള് പത്തലായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ഗ്യാസിൽ തന്നെ ആക്കണ്ടേന്ന് വെച്ചിട്ട് ഓരോന്നോരോന്നേ റെഡിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതേ എണ്ണയിൽ മുക്കി പൊരിച്ചതിന് ശേഷം പോക്കറ്റ് ഷവർമക്കുള്ളത് ഈ ബ്രെഡിനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫില്ലിങ്ങും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മൈനസ് നെയ്യിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ മൈനസ് എൻ്റെ ഉണ്ടാക്കുന്ന നെയ്യിൽ തന്നെ അവളുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആവലുണ്ട്. അങ്ങനെ സമയം 6 മണിയായിക്കൊണ്ട് വരുന്നു കേട്ടോ. പിന്നെ ഇനി വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പുഡിങ് ഉണ്ടാക്കിന്, പിന്നെ പച്ചക്കറി ഉപ്പാക്ക് താരാപ്പിരൻ പച്ചക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ കറി വെച്ച് വെറുംചോറ് അങ്ങനെയെല്ലാം ഉണ്ടാക്കിന് കേട്ടോ. പക്ഷേ അവർ തിരക്കായിട്ടൊന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇതായി. ഫൈനലി എല്ലാം ടേബിളിലേക്ക് ഏകദേശം എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ നോമ്പ് എന്തെന്നൊന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.